നമസ്കാരം. ഹാട്രിക് വിജയവുമായി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്ന ശക്തമായിട്ടുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 10 വർഷം രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ച് ജനവിധി തേടിയ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി 350-ൽ കൂടുതൽ സീറ്റുകളുമായി അധികാരത്തിലേറുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനമെന്ന് പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയാൽ റെയിൽവേ, വ്യോമയാനം, ഹൈവേ വികസനം എന്നീ മേഖലകളിൽ സമാനതകളില്ലാത്ത വൻപൻ കുതിച്ചുചാട്ടത്തിന് തന്നെയായിരിക്കും സർക്കാർ തയ്യാറാകുക എന്ന് തന്നെയാണ് വിദഗ്ധരടക്കം പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാർ ഹൈവേ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. 2014-ലെ 91,287 കിലോമീറ്ററിൽ നിന്ന് 2023 അവസാനത്തോടെ 1,46,145 കിലോമീറ്ററായി ദേശീയപാതകളുടെ നീളം 60% വർദ്ധിപ്പിച്ചിരുന്നു. 4 വരി പാതകളും ദേശീയപാതകളും 2014-ൽ 18,837 കിലോമീറ്ററിൽ നിന്ന് 2023 അവസാനത്തോടെ 46,179 കിലോമീറ്ററായി വികസിപ്പിക്കുകയും 2025 സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ഹൈവേ വികസനത്തിൻ്റെ വേഗത എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ മന്ദഗതിയിലായി പോയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ജൂലൈ മുതൽ വീണ്ടും വികസനം വേഗത്തിലാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. 2023 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5.85 ബില്യൺ യാത്രക്കാരാണ് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ വന്ദേ ഭാരത് എന്ന സെമി ഹൈസ്പീഡ് ട്രെയിനിലൂടെ റെയിൽവേ മേഖലയിൽ തന്നെ വൻതോതിലുള്ള ആധുനികവൽക്കരണം നടന്നു എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. വരും മാസങ്ങളിൽ കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ട്രാക്കിലേക്ക് ഇറങ്ങുകയും ചെയ്യും. നിലവിൽ രാജ്യത്ത് 90ഓളം വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇത് 2030 ആകുമ്പോഴേക്കും 800ഓളം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ട്രാക്കിൽ ഇറങ്ങും എന്നുള്ളതാണ് റെയിൽവേ അടക്കം പദ്ധതിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആധുനികവൽക്കരിച്ചിട്ടുള്ള ഇത്തരം കോച്ചുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് സ്വകാര്യ കമ്പനികളെ അടക്കം ക്ഷണിച്ചേക്കും ഇതിനോടൊപ്പം തന്നെ. ഇനി മറ്റൊന്ന്, ഈ വ്യോമയാന രംഗത്ത് രാജ്യം വലിയ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും നവീകരണവും രാജ്യത്തിൻ്റെ വ്യോമയാന ഭൂപടത്തിൽ വന്നതോടുകൂടി തന്നെ ഈ മേഖലയിലൊക്കെ വളർച്ച വല്ലാതെ രേഖപ്പെടുത്തുന്നുണ്ട്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് BJP പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒരു അന്താരാഷ്ട്ര വ്യോമയാന കേന്ദ്രമായി ഭാരതത്തെ വികസിപ്പിക്കുന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിലേക്ക് സിംഗിൾ പോയിന്റ് കണക്ടിവിറ്റി നൽകിക്കൊണ്ട് വിമാനത്താവളങ്ങളെ പ്രാദേശിക അന്താരാഷ്ട്ര ഹബ്ബുകളാക്കി മാറ്റുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഈ വ്യോമയാന മന്ത്രാലയത്തിന് പിന്നിലുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങൾ വ്യോമയാന തലത്തിലും ഒപ്പം തന്നെ നമ്മുടെ റെയിൽവേ വികസനത്തിനുമൊക്കെ ഉണ്ടാകാൻ പോകുന്നു. ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളോടുകൂടി തന്നെ ഒപ്പം തന്നെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ തന്നെയായിരിക്കും ഹാട്രിക് വിജയവുമായി എത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വിദഗ്ധരുടെ അഭിപ്രായമാണ്. കാരണം വരുന്ന തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നമുക്കറിയാം 2014 മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി ഭരിച്ചിരുന്ന 10 വർഷക്കാലങ്ങളിൽ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സർക്കാർ, അതിനു മുൻപ് ഏതൊക്കെ സർക്കാർ ഭരിച്ചിരുന്നു ആ സർക്കാരുകളുടെ കീഴിൽ അഴിമതിയും അരാജകത്വവും നിറഞ്ഞുനിന്നതിനെ ഏത് തരത്തിലാണോ പിടിച്ചു നിർത്താൻ കഴിയുക എന്നായിരുന്നു ഒന്നാം മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് 2014 മുതൽ 2019 വരെ. എന്നാൽ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ വികസനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ടുള്ള വലിയ വികസന സംവിധാനങ്ങൾ ഒരുക്കുവാൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലെ രണ്ടാം മോദി സർക്കാരിൻ്റെ ഏറ്റവും മേന്മകൾ എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ 2 ഘട്ടങ്ങളിലും മോദി സർക്കാർ വികസനത്തിൻ്റെ പാത തുറന്നിട്ട് 5 വർഷങ്ങൾ. ഇനി വരാൻ പോകുന്ന 2024 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിലും അത്തരത്തിലുള്ള വലിയ വാതായനങ്ങൾ, വികസന സ്വപ്നങ്ങൾ, വികസന സാധ്യതകൾ ഒരുക്കി വച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2024 ജൂൺ മാസം 9-ാം തീയതി വീണ്ടും 3ാമതും അധികാരത്തിലേക്ക് ഏറുന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങളും ഇന്ത്യയെ കുതിപ്പിലേക്ക് എത്തിക്കുക, വികസന പാതയിലേക്ക് കൊണ്ടിറക്കുക, ഇവിടുത്തെ ജനങ്ങൾക്ക് സമ്പുഷ്ടമായ ഒരു രാജ്യം പ്രദാനം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. 2029 ഈ രാജ്യത്ത് വികസന കുതിപ്പുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇങ്ങനെയുള്ളൊരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് 2019 മുതൽ 2024 വരെയുള്ള മോദി സർക്കാരിൻ്റെ രണ്ടാം സർക്കാരിൽ. ആ രണ്ടാം മോദി സർക്കാരിൻ്റെ വിജയപാത എന്ന് പറയപ്പെടുന്നത് വലിയ വികസനങ്ങളായിരുന്നു. ആ വികസന നേട്ടങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ 350 സീറ്റിലധികം നൽകി നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ കൂടി വീണ്ടും അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന നരേന്ദ്രമോദിയും BJP സർക്കാരും തന്നെയായിരിക്കും.
അങ്ങനെ വലിയ വികസന കുതിപ്പിലേക്ക് രാജ്യത്ത് റെയിൽവേ ആണെങ്കിലും വ്യോമയാനമാണെങ്കിലും ഗതാഗത സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മാത്രമല്ല റെയിൽവേ സംവിധാനത്തിൽ വന്ദേ ഭാരത് അടക്കമുള്ളതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. റെയിൽവേ ട്രാക്കുകളിലടക്കം മാറ്റങ്ങൾ ഉണ്ടാക്കി വലിയ വികസന പാത സ്വപ്നം കാണുന്ന കേരളത്തിലടക്കം വലിയ വികസന സ്വപ്നങ്ങൾ കൊണ്ടുവരുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ 3ാം ഘട്ടമായിരിക്കും തുടങ്ങാൻ പോകുന്നത് ഈ ഹാട്രിക് വിജയവുമായി എത്തുന്ന നരേന്ദ്രമോദിയും ഒപ്പോൾ BJP സർക്കാരും.